കഥാപ്രസംഗ കുലപതി വി സാംബശിവൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 28 വർഷം. കഥാപ്രസംഗ വേദിയിലെ മാത്രമല്ല, കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിലെയും കൊടുങ്കാറ്റായിരുന്നു സാംബശിവൻ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സാംബശിവന്റെയും അദ്ദേഹത്തിന്റെ കഥാപ്രസംഗങ്ങളുടെയും ഓർമ്മ പുരോഗമന രാഷ്ട്രീയ ചിന്താഗതിക്കാർക്ക് ശക്തി പകരും. കേരളം മുഴുവൻ ഒരു മൈതാനമായിരുന്നു വി സാംബശിവന്. അരനൂറ്റാണ്ട് കാലം 949 ചതയം നാളിൽ കൊല്ലത്തെ ഗുഹാനന്ദപുരം ക്ഷേത്രമൈതാനിയിൽ കത്തിച്ചുവെച്ച പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ നിന്ന് സാംബശിവൻ വിളിച്ചു പറഞ്ഞു, സഹൃദയരെ, ഇതാ ഇങ്ങോട്ട് നോക്കൂ. മോസ്കോയിൽ നിന്നും മടങ്ങി വരുമ്പോൾ 963 ലിയോ ടോൾസ്റ്റോയുടെ ദ പവർ ഓഫ് ഡാർക്ക്നെസ് അഥവാ തമശക്തി സാംബശിവൻ അനീസ്യ എന്ന പേരിൽ കഥാപ്രസംഗമായി അവതരിപ്പിച്ചത്. മധ്യവയസ്കനായ ഭർത്താവിനെ വിഷം കൊടുത്തുകൊന്ന് യുവാവായ ബാല്യക്കാരനെ വേൽക്കുന്ന കഥാനായികയാണ് അനീസ്യ. അക്കാലത്ത് മലയാളി സദാചാരം ഒരിക്കലും സ്വീകരിക്കാനിടയില്ലാത്ത നായിക. പക്ഷെ വി സാംബശിവന്റെ അത്ഭുതകരമായ മുഴക്കത്തിൽ അനീസ്യ കഥാപ്രസംഗവേദിയിലെ ഒരു നാഴികക്കല്ലായി. പിന്നെ അസംഖ്യം വിശ്വസാഹിത്യ കൃതികളും. ഷേക്സ്പിയറും ടോൾസ്റ്റോയിയും ദസ്തോവ്സ്കിയും സാവിത്രി റോയിയും ഹെർമൻ ഹെസ്സെയും പേഴ്സ്ബുക്കും വയലാറും തിരുനെല്ലൂരും മലയാറ്റൂരുമെല്ലാം ഏത് ചായക്കടയെയും തിളപ്പിച്ചു. എന്താ സാറേ, കൽക്കത്തയിലെ സകല ധീരത ബ്രഹ്മചാരി എനിക്കിപ്പോൾ അറിയാം, സകല ബ്രഹ്മചാരിക്ക് എന്നെ അറിയാം. ചോദിക്കും എന്താ കൽക്കത്ത എന്നവരൊന്ന് കുന്തി പറഞ്ഞുതരാം. കൽക്കത്ത നഗരം എനിക്കൊരു ബിമൽ മിത്രയുടെ 20-ാം നൂറ്റാണ്ട് സാംബശിവന്റെ തൊണ്ടയിലൂടെ അടിയന്തരാവസ്ഥയ്ക്കെതിരായ ചാട്ടൂളിയായി. സാംബശിവൻ ജയിലിലുമായി. 970 കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ RSP സ്ഥാനാർത്ഥിയായ ബേബി ജോണിനോട് CPIM സ്ഥാനാർത്ഥി വി സാംബശിവൻ പരാജയപ്പെട്ടത് 12,000 വോട്ടുകൾക്കാണ്. കേരളത്തിലെ പുരോഗമന വിപ്ലവാരങ്ങിനെ ആളിക്കത്തിച്ച മഹാകഥാപ്രസംഗ പ്രതിഭയെ ഓർക്കുന്നവർക്ക് ആ ചരിത്രവും ആവേശമാണ്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.